ചേട്ടായിയേ ഓ ഇങ്ങോട്ട് വന്നേ. എന്നാത്തിനാ? ഇങ്ങോട്ട് വന്നൊന്ന് ഹെൽപ്പ് ചെയ്തേ. ആ വരുവാ. ചുമ്മാതാണേ, എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അത് നമ്മൾ ചെയ്താൽ മൊത്തത്തിൽ നമ്മളങ്ങോട്ട് ചെയ്യിച്ചാലേ അവർക്കൊരു സംതൃപ്തി കിട്ടത്തുള്ളൂ. അവരെയും കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ ഒരു വഴിയുണ്ട്, കണ്ടോണേ. എന്തൊക്കെ പണി ഞാൻ ഈ വീട്ടിൽ ചെയ്യണം ചേട്ടായി? ഇതൊന്ന് കട്ട് ചെയ്ത് തന്നേ. അതാണല്ലേ കാര്യം. ഇനി ഉണ്ടോ, ഞാൻ കട്ട് ചെയ്ത് തരാം. ഇത് നീ അറിയാം, നമ്മുടെ സഞ്ജയുടെ വീട്ടിൽ ആ കടക്കാർ വന്നിട്ട് ഇന്നലെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം. ഞാൻ കട്ട് ചെയ്യാം. എന്നിട്ട് പറ. അവനാ പുതിയ വണ്ടി മേടിച്ചില്ലേ, അത് പൈസ കൊടുത്ത് മേടിച്ചതല്ല, സ്വന്തം പൈസക്ക് മേടിച്ചേക്കാം. ആഹാ, അവൻ അങ്ങനെ തന്നെ വേണം. അവൻ എന്നെ അഹങ്കാരായിരുന്നു. അതേമേ, ഇങ്ങനെ അഹങ്കാരം പിടിച്ചൊരുത്തൻ. ഓ, ഇതെന്താണ് ചേട്ടൻ ഇങ്ങനെ നടക്കാൻ എല്ലാം അടുക്കി പറക്കി വെച്ചേ? എനിക്ക് എന്തൊരു മണമുള്ളതാ. നീ അറിയാം, നമ്മളെ രമ്യയുടെ കല്യാണം മുടങ്ങിപ്പോയി. അയ്യോ, എന്നാ പറ്റിയതാ? എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞ ചേട്ടായിയെ, ഇതൊന്ന് കഴുകി വെച്ചെന്ന് ചേട്ടായി. എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്യണം. ഇത് നിന്റെ അനിയഞ്ചെടുക്കണല്ലോ. അവനെ നാട്ടിൽ എന്താ ഉടായിട്ടുണ്ട്. എന്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് പറയാം, എന്താ പൈസയുടെ കാർഡൊക്കെ ഉണ്ട്, എന്തൊക്കെ ഇഷ്ടമാണെന്ന് പറയുന്നത് കേട്ടോ. ഓ, ബാക്കിയെല്ലാം ഞാൻ സഹിക്കും, പക്ഷെ എന്റെ വീട്ടുകാരെ പറഞ്ഞോണ്ടല്ലോ. ഞാൻ പറഞ്ഞ നമ്പറിൽ കുറച്ച് മാറ്റമുണ്ട്. പറയുമ്പോഴേ വീട്ടുകാരെ മാത്രം പറയണ്ട, ബാക്കി ലോകത്തെ എല്ലാരെ പറ്റി കുറ്റം പറഞ്ഞു.